എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ്. അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ 2 അലോവേറ എടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതിന് കട്ടർവാഴ എന്ന് പറയും. 2 മീഡിയം സൈസിലെയാണ് കട്ടർവാഴ എടുത്തിട്ടുള്ളത്. ഈ അലോവേറയിൽ വിറ്റാമിൻ എ, സി, ഇ ഉണ്ട്. ഇത് മുടി വളരാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ അലോവേറയിൽ വിറ്റാമിൻ B12, ഫോളിക് ആസിഡും ഉണ്ട്. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, മുടി നല്ല ഉള്ളു കിട്ടാനും ഇത് സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ ഉണക്ക നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ ഉണക്ക നെല്ലിക്കയിൽ വിറ്റാമിൻ സി ഉള്ളതിനാൽ നമ്മുടെ ബോഡിയിലെ ആൻറ്റി ഓക്സിഡൻറ്റിനെ കൂട്ടാനും ഇത് മുടിക്ക് നാച്ചുറലായ കളർ കൊടുത്ത് കുട്ടിനരകൾ കുറയ്ക്കാനും സഹായിക്കും. അതോടൊപ്പം ഇതിലുള്ള ആൻറ്റി ഫംഗൽ അംശം തലയോടിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഡാൻഡ്രോഫിനെയും കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുരുമുളകാണ്. കുരുമുളക് നമ്മുടെ തലയിലെ ചോര ഓട്ടം കൂട്ടുകയും അതോടൊപ്പം തലമുടി നന്നായി വളരാനും സഹായിക്കും. ഈ കുരുമുളകിലും വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് ഡാൻഡ്രഫ് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഈ 4 കൂട്ടം കൊണ്ട് നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ കട്ടർവാഴയുടെ ഈ 2 സൈഡിലെ മുള്ളങ്ങ് കളയണം. ഇതിൻ്റെ മുള്ള് 2 സൈഡിലേയും കളഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നന്നായി അരച്ചോണ്ട് വരാം. ഞാൻ അലോവേറ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൽ ഒഴിക്കാം. അലോവേറയുടെ എത്ര അളവിനനുസരിച്ച് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. അലോവേറയുടെ അളവിന് അനുസരിച്ച് എണ്ണ എടുക്കണേ. അതിൽ കൂടുതൽ എണ്ണ എടുക്കാൻ പാടില്ല. കുറഞ്ഞാലും കുഴപ്പമില്ല, എണ്ണ കൂടാൻ പാടില്ല. ഞാൻ നെല്ലിക്ക ഒന്ന് ചതച്ച് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കല്ല് വെച്ച് നല്ലപോലെ പൊടിയണമെന്നില്ല, ഒന്ന് കൊട്ടി എടുത്താൽ മതി. കുരുമുളകും അതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അലോവേറ ഒഴിക്കാം. അതേ അളവിൽ വെളിച്ചെണ്ണ, നെല്ലിക്കാപ്പൊടി, ഉണക്ക നെല്ലിക്ക പൊടിച്ചതാണ്, കുരുമുളക് ചതച്ചത്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അടിയിൽ കത്തിപ്പിടിക്കും. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തീ മീഡിയമിൽ വെക്കണേ. ഇത് തിളച്ച് ഇതിൻ്റെ എണ്ണയുടെ കളർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്തെ ഈ പിശിടുണ്ടല്ലോ, അത് നല്ല മൊരിഞ്ഞു വരും. അന്നേരം നമ്മൾ ഈ അലോവേറയുടെ അകത്തെ വെള്ളമായ എല്ലാം പറ്റും. അത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം. ഇതിനകത്ത് പിശിട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കാം. ഞാൻ കുപ്പിയിലിപ്പോൾ എണ്ണ അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 അലോവേറ എടുത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് എണ്ണയേ ഉള്ളൂ. അത് നിങ്ങളെ കാണിക്കാൻ മാത്രം ഞാൻ ആക്കിയതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അലോവേറ എടുക്കുവാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് ഇതുപോലെ ആക്കാൻ പറ്റും. ഈ എണ്ണ നിങ്ങൾക്ക് മുടിയിൽ തൂക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മുടി കൊഴിച്ചിലിനും താരം പോകാനും മുടി നീളം വെക്കാനും മുടിക്ക് ഉള്ളു കിട്ടാനും എല്ലാത്തിനും നല്ല എണ്ണയാണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.